പറയൂ, എവിടെയാണ് നമ്മൾ പോകുന്നത്? എവിടത്തേക്കാണെന്നൊന്നുമില്ല, ലക്ഷ്യമില്ലാത്ത ഒരു യാത്ര. ഇത് ഗൾഫല്ല, നമുക്ക് എവിടെയും പോവാം, എവിടെയും പോകാം. ബൈ പറ പാപ്പനോട്. അവള് മണി എടുത്തുക്കോ അല്ലേ പാപ്പന്റെ? എത്ര മണി എടുത്തേക്ക് നമ്മോ പാപ്പന്റെ? ഷോമി വണ്ണാ ഷോമി അല്ല, ഇത് നെമ്മു എടുത്ത മണി കാണിച്ചു കൊടുക്കട്ടെ. സംഭവം എനിക്ക് വന്ന പാട് കാണാ കുറച്ച് 2-3 ഉറുപ്പിക കൊടുത്തിട്ട് വരുന്നേ. കീശയിലിടുന്നു. അപ്പൊ നിന്റെ ഏറാമലയുടെ ടൗൺ ആണ് ഈ ഷോപ്പില്, തുറക്കാത്ത ഷോപ്പ്. ഇതാണ് ടൗണ്. അതെല്ലാം വരൂ. ഞങ്ങൾക്ക് ടൗണ് വേണമെന്നില്ല, ഞങ്ങൾക്ക് ഗ്രാമം ഇഷ്ടം. പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശം, ഗ്രാമവാസികൾ. ഇത് പുതിയ വീടാണല്ലോ അല്ലേ? ഇപ്പൊ എടുത്തതാ സ്ഥലത്ത് പുതിയ വീടിനോ തന്നെ. ഒന്ന് നിർത്തറേനാ സംസാരിച്ചൂടെ? സോങ് വെയിറ്റ് ബേബി, സോങ് വെക്കാം. അപ്പൊ ഇതാ നമ്മൾ ഈ വഴികളിലൂടെയാ ഞാന് യാത്രയില്. എന്റെ സ്കൂൾ കാണിച്ചിട്ട് ഞാൻ പോയതല്ലേ? അല്ല, അതല്ല, അത് ഹൈസ്കൂൾ അല്ലേ? 8 മുതലേ ഞാൻ 5 മുതൽ 7 വരെ പഠിച്ച സ്കൂള് പറഞ്ഞാ. പക്ഷെ എനിക്ക് ഇങ്ങനെ പോകുന്ന വഴി അറിഞ്ഞൂടെ. ഞങ്ങള് വണ്ടി പോവാ. തറവാട്ടിന്ന് നടന്നു പോക്കല്ലേ, എനിക്കത് അത്ര അറിഞ്ഞൂടാ. ഇങ്ങനെയാ ഇതിലെ വേണം എടുത്ത് വലത്ത് വിളക്ക് എന്നിട്ട് നേരെ പോടെ. എനിക്ക് ഇതിനെ പോന്നെന്ന് അറിഞ്ഞൂടാ. എന്നാലും നമ്മള് നോക്കാം എത്തുവോ. എത്രയാലും എനക്ക് എന്റെ നാടല്ലേ. നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് ഇറങ്ങി. ഒന്നും പ്രതീക്ഷിക്കാണ്ടല്ല, പല സ്ഥലത്തേക്ക് പോവാൻ ഇറങ്ങിയത്. നീ പഠിച്ച സ്കൂളിലേക്കാണ് പോകുന്നത്. അല്ല, ഇന്നലെ ഞാൻ വിചാരിക്കുന്നത് മേക്കോത്ത് സ്കൂളാണ് എന്റെ UP സ്കൂള്. മേക്കോത്ത് സ്കൂൾ അല്ലേ? അപ്പൊ 4 മുതൽ 5 മുതൽ 7 വരെ 5, 6, 7 3 വർഷം അവിടെയാ പഠിച്ചത്. അപ്പൊ അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല. 2 ടീച്ചേഴ്സ് ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ടിനെ ഇന്നലെ കാണാൻ പോയപ്പോ മാത്സിന്റെ ടീച്ചറും പിന്നെ വേറൊരു ടീച്ചറും. ഇത് എന്റെ ഒരു റിലേറ്റീവിന്റെ വീടാ ഇവിടെ. വളച്ചോ ഇങ്ങോട്ട് പോണോ? വലത്തോട്ട് പോയാൽ ഷോപ്പ് അല്ല ഇത് എനിക്കറിയില്ലേ. എനിക്കറിയല്ലേ, നീ പഠിച്ച സ്കൂൾ എനിക്കറിയാൻ പറ്റും. ഞാൻ എന്റെ ടച്ചേരിയല്ലേ, ഇത് എറാമല. ഞാൻ വന്നിട്ടില്ല. ഈ ഭാഗത്തോട്ടൊന്നും ഞാൻ ഇതുവരെ പോയിക്കില്ല. ഞങ്ങള് അതിലേ നടന്നു പോക്കല്ലേ. നമുക്കിങ്ങനെ വണ്ടി പോകുന്നൊന്നും അറിയില്ല. എന്നാലും നമ്മള് പോയി നോക്കാം. ഇതാണ് പാറക്കൽ കുഞ്ഞബ്ദുള്ളയുടെ വീട്. റൗൽ ഖാന്റെ MLA മന്ത്രിയേനു. ഇപ്പൊ MLA എങ്ങോട്ടാ പോയിട്ട് പറ. വളച്ചാൻ സത്യമായിട്ട് എനിക്ക് അറിയില്ലേ. പോട്ടെ നോക്കുക. നിനക്കൊന്നും അറിയാലോ അഫ്സി. ഇതൊരു വീടാ, പാറക്കലിന്റെ ഏട്ടൻ്റെതോ അനിയൻ്റെതോ ആറ്റം വീടായത്. ഇതാ തീമുള്ള ഏരിയ അല്ലേ? യെസ്. ഇതെവിടത്തേക്കാ പോകുന്നേ? ഓക്കെ, വളച്ചോ പോണ്ട്. ഈ മതിൽ ഇങ്ങത്തോടെ ഇവര് തന്നെ അല്ലേ? ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് ടെൽമി. വലത്തോട്ട് അറിയല്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെവിടെ എത്തി? ഇതിലല്ല, നേരെയാണ് പോണ്ടത്. ഇതിലോട്ടും പോകാൻ പറ്റൂല. അറിയില്ലേ, എനിക്കറിഞ്ഞൂടെ. നിന്റെ ഏരിയയിൽ ഇതല്ലോ. ഞാൻ നടന്നെല്ലാം പോകുന്നു. പോയി നോക്കിയാ എല്ലാ എവിടെയാ പോകുന്ന ഇവിടെ ഉറപ്പില്ലാന്ന് ഇറങ്ങി പോകണ്ടല്ല. ഒന്ന് ഇറങ്ങുന്ന അല്ല, പറ വേഗം പറ. ഇല്ലേ, ഇവിടെ ഒന്നല്ലേ, ആ നേരെയാണ് പോണ്ടി. തലമാത്ത് വളക്കട്ടെ. എന്താ ചെയ്യാ, നടന്നു പോകുമ്പോ നല്ലോണം അറിയേ. പക്ഷെ ഈ ഏരിയയിലോട്ട് എനിക്ക് പോകുന്ന അറിയില്ല. എനിക്കറിയാം ഇതിനി പെടുത്തിക്കൂന്നുള്ളു.
ഒന്നാമത് എനിക്ക് വഴി അറിയെങ്കിൽ മാത്രം നീ പഠിച്ച സ്കൂളിൽ വരാൻ പാടില്ല. എല്ലാം മോനെ ഞാൻ നടന്നു വരുന്നത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ റൂട്ട് വേറെയാ. ഇതിപ്പോ എങ്ങനെ പോണ്ടേ അത് പറ. അവിടുന്ന് ഒന്ന് ടേണിൽ വളഞ്ഞിക്കില്ല, അതങ്ങനെ തന്നെ നേരെ പോക്ക്. അതായത് റൈറ്റ് പോയിട്ട് പറയണ്ടേ അതിലെ അതിലെ അതും വലിയ ഉറപ്പൊന്നും ഇല്ല കേട്ടോ എനിക്ക്. ഇവിടുന്ന് ആരോട് ചോദിച്ചു നോക്കുന്ന ആരും അറിയണ്ട. പഠിച്ച സ്കൂളിലൊക്കെ പോകുന്ന വഴി അറിഞ്ഞൂടാണ്. അതായത് ഇങ്ങനെ 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 പഠിച്ച സ്കൂൾ ഇതെല്ലാം അറിയാം. ഈ ഷോപ്പെല്ലാം അറിയാവാ? ബാബ സ്റ്റോർ ഈ ഷോപ്പ് മുന്നേ ഉണ്ടെന്നാ? ഇതല്ലേ സ്കൂള്? ഏത് സ്കൂളിന്റെ മതിലല്ലേ ഇത്? അല്ലേ? LP UP സ്കൂൾ. കാണാം. ഇവിടെ വണ്ടി നിർത്താൻ സ്കൂളിൽ ഒന്നും ഉണ്ടില്ല, ഇപ്പൊ ഉണ്ടില്ല. അപ്പൊ ഇതാണ് എന്റെ അവിടെ സൈഡാക്കാൻ പറ്റുമോ നമുക്ക്? LP ഉണ്ടെങ്കിലും LP ഞങ്ങൾ പഠിച്ചത് 1 മുതൽ 4 വരെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു മരങ്ങണ്ടി സ്കൂളാണ്. ഇവിടെ സൈഡാക്കട്ടാ. ഇവിടെ ഈ കാണുന്ന ഇവിടെയേനോ ഒരു പെട്ടിപ്പീടിയ മണിയേട്ടന്റെ മൂസക്കാന്റെ വീഡിയോ. ഇപ്പൊ മൂസക്കൊന്നും എല്ലാം തോന്നുന്നത് ഇവിടെ ഇപ്പം ബസ്സല്ലേ ഉണ്ടല്ലോ. ഞങ്ങൾ പഠിക്കുമ്പോ ഇതൊന്നും ഇല്ലേ. എല്ലാ ഫെസിലിറ്റിയും കൊടുത്തില്ല, കുട്ടികളെ കിട്ടൂല. മാരാങ്കണ്ടിയാന്നല്ലേ ഉള്ളത്? മാരാങ്കണ്ടി സ്കൂളല്ലേ ഇത്? മേക്കോത്ത് സ്കൂളാ. മാരാങ്കണ്ടിയാ LP ഞങ്ങൾ പഠിച്ചത്. അതിനെ നമ്മൾ അവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ വല്ലാണ്ട് ചുറ്റും. ഇതാണ് എന്റെ സ്കൂൾ. ഇറങ്ങുന്നല്ല നോക്കാം. നിർത്ത്. 5 മുതൽ 7 വരെ ഈ ഒരു സ്കൂളിലാണ് ഇവിടെ പഠിച്ചത്. ആ സ്കൂളിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നതാ, ജസ്റ്റ് കാണാൻ മാത്രം. ഈ കിണറിന്റെ അപ്പുറത്തൊരു പ്ലേസ് ആണില്ല, അവിടെ ഒരു ചെറിയ പെട്ടിപ്പീടിയ വെച്ചിട്ട് മണിയേട്ടെന്നതിനോറെ പേര് ഉറപ്പുണ്ടോന്നൊന്നും അറിയില്ല. അവിടെ ഇല്ലാത്ത മുട്ടായികൾ ഉണ്ടാവില്ല. എന്താ ഈ കാണുന്ന പ്ലേസിൽ ഇതാ പുല്ലെന്ന് പറഞ്ഞ ഒരു പെട്ടിപ്പീടി ഉണ്ടേനു. ഒന്നുമില്ല. എത്ര മുട്ടായികൾ ഉണ്ടായിരുന്നതാ. എൻ്റെ ഉമ്മ വണ്ടി 100 രൂപ 2 രൂപ ഇരന്ന് വാങ്ങും ഞാള്. തരൂല പൈസ കൊണ്ടുള്ള കളി വേണ്ടെന്നറിയും. 1 രൂപ 2 രൂപ ഒരുപാട് എന്തെല്ലാം കിട്ടുവോ. ജോക്കർ ഇങ്ങനത്തെ കുറെ മുട്ടായാലും കിട്ടൂലേ? തേനുമുട്ടായി. സുഗന്ധി ടീച്ചർ റിട്ടയറായ സുഗന്ധി ടീച്ചർ മാറിയതാ. അമ്മയമ്മ ഇപ്പൊ എച്ചമ്മല. ഞാൻ ഖത്തറില് ഇപ്പൊ വെക്കേഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമ്മള് ചെമ്പ്ര സ്കൂളാണല്ലോ സ്കൂൾ പഠിച്ചത്. അപ്പൊ അവിടെ പോയി. അപ്പോഴേ ഞാൻ വിചാരിക്കുന്നു ഇവിടെ കുറേ ആയി വിചാരിക്കുന്നത് വരണം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ ഇന്നലെ കണ്ടപ്പോ പറഞ്ഞു മഞ്ജുല ടീച്ചറും ഭാർഗവ ടീച്ചറും ഉള്ളു ഇപ്പൊ നമുക്ക് അറിയുന്ന വേറെ ആരും ഇല്ല. ഇക്ബാൽ മാഷ് റിട്ടയർ ആയതാ. അറബി പഠിക്കുന്നു. രവീന്ദ്ര മാഷ്. പേരെന്താ? 5ാം ക്ലാസ്സിൽ സുഗന്ധി ടീച്ചർ. ഞാൻ ഖത്തറിൽ 5 സുഗന്ധി ടീച്ചർ മാത്സ്, 6 രവീന്ദ്ര മാഷ്, 7 എന്നോട് റസീനയില്ലേ മറന്നില്ല, അവളെ എന്നോട് പറഞ്ഞു മോള് മേക്കോത്ത് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇവിടെ ഇപ്പൊ ആരല്ല ഉള്ളത്? നല്ല മാവ്. ഇത് നേഴ്സറി അല്ല, ഇവിടെയാണ് ഞങ്ങൾ 5ാം ക്ലാസ്. ഇവിടെ ഭക്ഷണവും അപ്പുറം 5ാം ക്ലാസ്സും. കുറച്ചേരം കളിച്ചോട്ടെ. കളീന്റെ ആളാ ഇവലെല്ലാം. ഇപ്പൊ ഇങ്ങനെയല്ല, അല്ല അന്നേരം ഫുള്ള് ഒഴിവല്ലേ. ചുമരൊന്നും ഇല്ലാണ്ട്. പഠിച്ച
ഇതെല്ലാം ഏഴല്ലേ അന്ന് ഞങ്ങൾ അതിലേനോ അതാ ആ സെക്കൻഡ് കാണുന്നു അതിലിപ്പോ ആരുമില്ല അതാ അതാ ഇവിടെയാണ് ഞങ്ങൾ 6ാം ക്ലാസ് ഇതിപ്പോ സ്റ്റേജ് ആക്കി ഇവിടെയാണ് ഞങ്ങൾ 6ാം ക്ലാസ് രവീന്ദ്ര മാഷനും ക്ലാസ് ടീച്ചർ ഇതാ ഇതില് എവിടെ എവിടെ എങ്ങനെ ബസ് വരുമോ അനൗൺസ് ചെയ്യാ ക്ലാസ് കഴിഞ്ഞത് ആദ്യം എത്താൻ വേണ്ടി ഓട്ടം എല്ലാവരും അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ പോയി 5, 6, 7 പഠിച്ച സ്കൂളായത് എൻ്റെ ഞാനുള്ള സമയത്തുള്ള 2 ടീച്ചേഴ്സ് ആയിപ്പോയുള്ളൂ ടീച്ചറെല്ലാം എനിക്ക് കാണിച്ചു തന്ന ക്ലാസ്സും എല്ലാം അപ്പോൾ ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ വേങ്ങോളിപ്പാലം ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി പക്ഷെ നമുക്ക് ഇതുവരെ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ലേനു ഞങ്ങൾ ഖത്തർ പോയ ശേഷമാണ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് പോയി കാണാം വീഡിയോസ് അന്ന് കണ്ടിന്യൂ അതെ അതെ ഓൾറെഡി വൈറൽ പാലാണത് അപ്പൊ അവിടെ നമ്മളിപ്പോൾ പോകുന്നത് ഈ സ്കൂള് വിട്ട സമയമുണ്ട് തിരക്കുണ്ട് അല്ല നീ പഠിച്ച സ്കൂള് കാണിച്ച് ഞാൻ പഠിച്ച യു പി സ്കൂളാണ് ഇത് നെരിക്കുന്നി യു പി സ്കൂൾ ഇതാണ് കൊറേ ഇതാ ലെഫ്റ്റ് സൈഡിലെ നെരിക്കുന്നി യു പി സ്കൂൾ ഇപ്പൊ സ്കൂളിൽ വിട്ടിട്ടുള്ള സമയത്താ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് എന്റെ കലാലയം എന്റെ കലാലയം ഇതാണ് എന്റെ കലാലയം എത്ര ക്ലാസ് വരെ 5 to 7 സെയിം എന്റെ പോലെ അപ്പൊ LP എവിടെയാ പഠിച്ചേ LP തലായി മാപ്പിള LP സ്കൂൾ പിന്നെ പുറമേരി അതുപോലെ എന്റെ മലകണ്ടി സ്കൂൾ കാണിക്കണം ഞാൻ വിചാരിച്ചു വെള്ളിക്കാന്റെ വീട്ടിൽ പോയിട്ട് അതിന്റെ അടുത്താ എന്റെ കലാലയം പിന്നെ എന്റെ ഉപ്പാന്റെ തറവാട് ഇതാണ് തെക്കയിൽ ഈ ലെഫ്റ്റ് സൈഡിലെ വീട് ഈ മൊത്തം ഇങ്ങോട്ട് കാരണം ഇങ്ങോട്ട് ഇതെല്ലാം എന്റെ ഉപ്പാന്റെ തറവാട് ഇതൊക്കെ ഈ വീടിന്റെ അപ്പുറം അതെ 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 ഇതൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്ന് കളിക്കുന്ന സ്ഥലങ്ങളാണ് ഇതാണ് ഇതിലോട്ട് എന്റെ ഉപ്പാന്റെ വീട്ടിൽ ഇതാണ് വേങ്ങോളേക്കുള്ള റോഡ് ഇപ്പോ ഇവിടെ കുറച്ച് ഡെവലപ്പ് ആയത് ഈ പാലം വന്നുകൊണ്ട് റോഡെല്ലാം നല്ല സെറ്റാ നല്ല റോഡ് അടിപൊളി റോഡ് ഇവിടെയാണ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് വേങ്ങോളി പാലം നമുക്ക് സൈഡ് ആക്കിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം അതിനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ നടത്തിക്കണ്ട് അവര് കണ്ടാ നമുക്ക് ഇവിടെ സൈഡ് ആക്കാം ഇതാണ് വേങ്ങോലി പാലം വേങ്ങോലി കനാലാണ് ഇത് നല്ല ഒഴുക്കുണ്ട് ഇപ്പം വെള്ളം മുന്നത്തെ റോഡാണ് ഇത് ഇതിൽ കൂടിയാണ് മുന്നേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യാറുള്ളത് ഇപ്പോൾ ആ റോഡ് അവിടെ തന്നെ ഉണ്ട് എന്നിട്ടും ഇപ്പോൾ പാലം വന്നപ്പോൾ എല്ലാവരും പാലാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു വൈബാണ് ഇവിടെ ഈവനിങ് ഇപ്പം മഴ നല്ല ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതാ കാണുന്നില്ല ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട് ഒരു കഫേ സ്കൂൾ ബസ് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്
ബംഗാളി പാലത്തിൽ ചേർത്ത് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട്, വിമൽ പാർക്ക്. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പൊ. വിമൽ പാർക്ക് എന്നാണ് പേര്. അവിടെ ഒരു മരണപ്പെട്ടു പോയ വിമലിന്റെ പേരിലാണ് തോന്നിയ ഒരു പാർക്ക് ഇവർ രൂപീകരിച്ചത്. ചായക്കട അപ്പുറം. അത് നമുക്ക് അവിടെ പാർക്ക് എവിടെ ഓർക്കാട്ടെ വില്യാപ്പള്ളി. What is this? What is this? പാർക്ക് അതേ പോവാ. സോറി അപ്പൊ മാറിയിട്ടുണ്ട്. What is this, Zamolu? Sam, what is this? ഒരു വളക്കല്ല. എലിഫന്റ് അല്ലാന്ന് പറഞ്ഞാൽ പറയാ ഫ്രോഗ. ഹായ്, ഹൗ ആർ യു? അതിന് പേടിയാവും. പാലം മെയിൻ ബ്രിഡ്ജ് കാരണ പുതിയ പാലം ചാത്തോട്ടന്റെ കടയിൽ ഇവിടെ ആ ചെറിയ പാലയില്ല, ചെറിയ പാലത്തിൽ കൂടെ പോകാൻ പറ്റുമോ? കാറ് പോവില്ല. ഇതെത്ര പോത്തുണ്ട് ഇതിന്റെ അടുത്ത്? 8 ഉണ്ട്. അത് ഇങ്ങനെ വളർത്തുന്ന പേര് നിന്റെ സാധില്ല. നല്ല പ്ലേസ് അല്ല, നല്ല രസമുണ്ട് കാണാന്. അപ്പോ പാർക്ക് ഈ സൈഡ് അല്ല, ഇനി നമ്മൾ പാർക്ക് തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. വീണ്ടും നമ്മളിതാ പാലം കയറിക്കൊണ്ടിരിക്കുന്നു. ബിമൽ സാംസ്കാരിക ഗ്രാമം. ബിമൽ. ഓക്കെ, അവിടത്തേക്ക് പോകാം നമ്മൾ. ഇതാണ് അപ്സി ചാത്തോട്ടന്റെ കട. നമ്മളെ ഫേമസ് ആയ ചാത്തോട്ടന്റെ കടയാണ്. വാഴക്കൊലകളും പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുട്ട്. മോർണിംഗ് ഭയങ്കര വിമൽ ഗ്രാമം. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഐ തിങ്ക് വിമൽ ഗ്രാമം. ദിസ് ഈസ് എ വിമൽ ഗ്രാമം. ആ പാലത്തിന്റെ അടിയിലല്ല നമ്മളിപ്പോ വന്നിട്ട്. എന്ത് രസല്ലേ. എവിടെയാ സ്ഥലം പറഞ്ഞത്? വിമൽ ഗ്രാമം. നേരെയാ? യെസ്. ഇതാണ് ചെറിയൊരു പാർക്കും ഇതിനോട് കൂടെയുള്ള പുഴയോരം ചായക്കട. ചായക്കട ഉണ്ട്, പലതുണ്ട്. ഇവിടെ കുറച്ച് കാറെല്ലാം കാണുന്നുണ്ട്. കാറെല്ലാം കാണില്ല. ഇവിടെ പാർക്ക്, ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇതാണ് അവിടെ ചായക്കട ഉണ്ട്. യെസ്, ഇവിടെ കൊറേ വണ്ടിയൊക്കെ കാണില്ല. ഇതെന്താ ഇത്? No. You want? You need? Yeah. There is only parking. Yeah, parking. Oh, there is only sorry. What is this? ഇവിടെ ഒരു സ്റ്റേജ് പോലെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാം നടക്കണമെങ്കിൽ ആ സ്റ്റേജ് മുന്ന് അതേപോലെ ഇവിടെ ഓഡിയൻസിന് ഇരിക്കാൻ പറ്റും. ഇതാണ് ഇവിടെയുള്ള പാർക്കിലെ ഫെസിലിറ്റി. Okay. What to do? Do? No problem, come.
Come here, come. I'll told you water. Mommy, when I don't know where it's me. I'm on the കൊറേ ഉണ്ടാണ്ട് ചേച്ചി കട്ട്ലേറ്റ് എത്രയാ 20 അതിനോ അങ്ങനെ ഈ പാർക്കിൽ നിന്ന് വിമൽ പാർക്കിൽ നിന്നും ഇവിടുത്തെ കഫ്റ്റീരിയയിൽ നിന്നും ടീ ഒക്കെ വാങ്ങി 2 ചായയും കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. മോസ്കിറ്റോ മോസ്കിറ്റോ കുത്തി ഓടി. Mommy, give me. പറഞ്ഞിക്കാൻ എനിക്ക് എഗ്ഗേന് വേണമെന്ന്. ഇതാണ് വിമൽ പാർക്ക്. അതാണ് വിമൽ. അങ്ങനെ ചായ എല്ലാം കുടിച്ച് തിരിച്ചു പോന്ന മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കണ്ടു തിരിച്ചു പോവുകയാണ്. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കാണാന്. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യണം. എടച്ചേരിക്കാരെല്ലാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കമന്റ് ചെയ്യണം കേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമന്റിലേക്കെല്ലാം അയക്ക്. നമുക്ക് ഫീഡ്ബാക്ക് ഇങ്ങനെ അറിയിച്ചാലാണ് പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. കണ്ടാ മഴക്കാറൊക്കെ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് ജമലു പറഞ്ഞോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.